മൻസൂറാണ് എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് നമ്മുടെ എയിംബ്രിഡ്ജിലെ 3 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. യെസ്, പേര് പറഞ്ഞോ. സ്ഥലം? അമിൻഷ വയനാട്, പബീറ്റ തൃശ്ശൂർ, നന്ദന കണ്ണൂർ. എങ്ങനെയുണ്ട് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി? സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരുപാട് സ്ട്രക്ചറും കാര്യങ്ങളുള്ള ഒരു കോളേജാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടല്ല ഇവിടെ വന്നത്. ആൻഡ് എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ നമ്മുടെ നാട്ടിലേയും കാട്ടി എന്തൊക്കെയോ കാണാനുണ്ട് ഉള്ളിൽ നല്ലപോലെ. പിന്നെ സ്റ്റഡീസും കാര്യങ്ങളും അത്യാവശ്യം നല്ലതാണെന്ന് എല്ലാവരും സീനിയേഴ്സും കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതായത് മോഡേൺ ഇൻഫ്രാ, അതേപോലെ നല്ല ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് ഇവർ യൂണിവേഴ്സിറ്റി യൂസ് ചെയ്യുന്നത്. അതെ, നമ്മളിപ്പോൾ മ്യൂസിയം വിസിറ്റ് ചെയ്തപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ലൈക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളും എല്ലാം നമ്മുടെ കോളേജിലുണ്ടെന്ന് അറിയാൻ പറ്റും. ബബിത, എങ്ങനെയുണ്ട് ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൺട്രി? നല്ല കൺട്രിയാണ്. ആക്ച്വലി ഏഷ്യൻ കൺട്രി ആണെങ്കിലും കുറച്ച് യൂറോപ്യൻ ടച്ചുള്ള അത്യാവശ്യം നല്ല പ്രിറ്റി വൈഡ് മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണെന്ന് തോന്നി. ഇവിടെ എങ്ങനെ റേസിസും കാര്യങ്ങളൊക്കെ? ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും ഭയങ്കര ലവിങ് ആണ് ഇന്ത്യൻസിനോട്. നമ്മളോട് എപ്പം വന്ന് നമ്മുടെ അടുത്തൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ അവർ ചോദിക്കും. സോ റേസിസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നന്ദന, എങ്ങനെയുണ്ട് താഷ്കണ്ട്? കൊള്ളാം. താഷ്കണ്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഏതാ? താഷ്കണ്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാജിക് സിറ്റി ആണോ അതോ? മാജിക് സിറ്റി കൊള്ളാം. മാജിക് സിറ്റിനൊക്കെ പക്ക ഒരു യൂറോപ്യൻ വൈബും കാര്യങ്ങളും അല്ലേ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഉസ്ബെക്കിലോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. ജോർജിയ, അർമീനിയ, റഷ്യ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ. നിങ്ങൾ ഉസ്ബെക്കിലോട്ട് വന്നപ്പോൾ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതാണോ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ ഹാപ്പി ആണോ അതോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല. ഇവിടെ ബോത്ത് ഒരു അറബിക് ഇതും കിട്ടുന്നുണ്ട്, ലൈക്ക് ഒരു യൂറോപ്യൻ ടച്ചും കിട്ടുന്നുണ്ട്. ബോത്ത് രണ്ടും കൂടെ മിക്സ്ഡ് ആണ് നമുക്ക് ഇവിടെ. സോ രണ്ടും ഫീൽ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഹാപ്പിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റുഡൻസിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. യെസ്, കം. സോ നമ്മളിപ്പോൾ പോകുന്നത് ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. 3rd ഫ്ലോറാണ്. 3ാമത്തെ വർഷം നിങ്ങൾക്ക് ടോട്ടലി ഉണ്ടാവുക ഫാർമക്കോളജിയിലാണ്. അപ്പോൾ ഈ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാവും. സോ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 5th ഫ്ലോറിലാണ്. അനാറ്റമിയും ഫിസിയോളജിയും എല്ലാം നടക്കുന്നത് 5th ഫ്ലോറിലാണ്. സോ നമുക്ക് ഈ സെക്ഷനിലോട്ട് പോകാം. ഹ്യൂമൻ ബോഡി ഓർഗൻ സിസ്റ്റംസ് എല്ലാം കാണിക്കുന്നുണ്ട്. അനാറ്റമിയുടെ ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. സോ ഇവിടെ ലെക്ചർ നടക്കുന്നുണ്ട്. ഉസ്ബെക്ക് സ്റ്റുഡൻസിനാണ് ഇപ്പോൾ ലെക്ചർ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രവേശനമില്ല. യെസ്, അപ്പോൾ ഇതാണ് അനാറ്റമി സെക്ഷൻ. ഇനി നമ്മൾ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെയാണ്. വലിയൊരു ലെക്ചർ ക്ലാസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു 15 സ്റ്റുഡൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ക്ലാസ്സും ഉണ്ടാകും. ക്ലാസ് റൂം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ ബോർഡ് ഉണ്ടാകും. അതുപോലെ തന്നെ
നിങ്ങൾക്ക് നോർമൽ ഒരു ബോർഡ്സും ഈ ക്ലാസ് റൂമുകളുടെ ഉള്ളിൽ അവൈലബിൾ ആണ്. സോ ഇതാണ് ഒരു ക്ലാസ് റൂം വരുന്നത്. നമ്മളിവിടെ ലെക്ചറിങ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതെന്ന് പറഞ്ഞാൽ ഒരു 12 to 15 സ്റ്റുഡൻസിന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു ക്ലാസ് റൂംസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ECTS ക്രെഡിറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ സെക്ഷനായിട്ട് ഇവർക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയും. കുറച്ച് കുട്ടികൾ ഒരു ക്ലാസ് റൂമിലായാലും ഈ ക്ലാസ് റൂമിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു നോർമൽ ബോർഡ്സും വരുന്നുണ്ട്, ഒരു ഡിജിറ്റൽ ബോർഡ്സും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഫസേഴ്സിന് ഇവരോടുള്ള ഫ്രണ്ട്ലി ഇൻട്രാക്ഷൻ ഇവരെ കൂടുതൽ പഠനത്തിലോട്ടുള്ള ശ്രദ്ധ കൊണ്ടുവരുത്താൻ കഴിയും. ഓക്കെ, ഇതാണ് ഫിസിയോളജി ലാബ് വരുന്നത്. ഫിസിയോളജി ലാബ് വരുന്നത് ഇതാണ്. സോ അവരുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി യു ക്യാൻ ഷോ ഇൻസൈഡ്. സോ ഇത് ആക്ച്വലി ഫിസിയോളജിക്കുള്ള വലിയൊരു ലെക്ചർ ഹാളാണ്. ഞാൻ പറഞ്ഞല്ലോ എഗെയിൻ സെയിം ബോർഡ്സും വലിയ ബോർഡ്സും സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ എന്നുള്ള ക്യാമറാസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊരു വലിയ ലെക്ചർ ഹാളാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ലെക്ചറിങ് കൊടുക്കും, പിന്നെ ഇൻഡിവിജ്വൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 12 to 15 സ്റ്റുഡൻസ് ഉള്ള ഒരു സെക്ഷനും കൊടുക്കും. സോ നമ്മൾ ഈ ക്യാമ്പസ് വളരെ മനോഹരമായിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമ്പസിൻ്റെ ഒരു വശത്ത് നോക്കിയാൽ തന്നെ കാണാം നിങ്ങൾക്ക് ഒരു ടർഫും അതേപോലെ ഒരു സ്റ്റേഡിയവും ഒക്കെ ആയിട്ട്. ഈ ക്യാമ്പസിൻ്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇതൊരു സ്ക്വയർ ടൈപ്പിലാണ് ഈ ക്യാമ്പസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഫ്ലോറിൽ നിന്ന് നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പ് കാണും. എനിക്ക് ഈ ക്യാമ്പസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഇതാണ് കേട്ടോ. കാരണം നമുക്ക് നമ്മളെ വലിയ ഒരു മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഈ എയിംസ് പോലത്തെ ഒരു വലിയ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഒരു ഫീലാണ് നമ്മൾ ഇവിടോട്ട് വരുമ്പോൾ. കാരണം ഇൻഫ്രാസ്ട്രക്ചർ വൈസ് TMA എന്ന് പറഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു രൂപത്തിലാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ ക്ലാസ്സസ് ആർ ഗോയിങ്. ഇതാണ് നമുക്കുണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ ഇൻഡിവിജ്വലായിട്ട് സ്റ്റഡി ചെയ്യുക. ഇപ്പം ക്ലാസ് റൂംസ് തന്നെ ഇങ്ങനെയാണ്. ഇപ്പം ഇത് ലോക്കൽ ഇൻഫ്ലമേഷൻ കാണിക്കുകയാണ്, ഇത് സിസ്റ്റമാറ്റിക് പാത്തോളജി എഫക്ട്സുകൾ കാണിക്കുകയാണ്. സോ അവർ ബേസിക്കലി നമ്മുടെ നാട്ടിലത്തെ പോലെയൊന്നുമല്ല. നിങ്ങൾക്ക് കാണാം ക്യാമ്പസുകളാണെങ്കിലും എല്ലാം ഒരു ന്യൂ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അവർ ക്ലാസ് റൂംസ് വരെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് TMAയിൽ പഠിക്കുമ്പോൾ സ്റ്റുഡൻസിന് കിട്ടുന്നതെന്നാണ് ഏറ്റവും വലിയ കാര്യം. സോ ഇത് അനാട്ടമിയുടെ ലെക്ചറിങ് നടക്കുകയാണ്. എഗെയിൻ യെസ്, അപ്പോൾ ഇത് ഒരു അനാട്ടമി ക്ലാസ് റൂംസാണ്. ഇവിടെ ആക്ച്വൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാലോ, അനാട്ടമിയുടെ ഒരു സ്കെൽട്ടൺ സിസ്റ്റം ഉണ്ട്. ഇത് ടീച്ചർ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആൻഡ് ഇവർക്ക് സിമുലേഷനായിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെയാണ് ഇവർക്ക് ലെക്ചറിങ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ വി റീച്ച് 7th floor. ഇവിടെ നടക്കുന്നത് മെയിൻലി ക്ലാസ്സസ് ഹാപ്പൻ ചെയ്യുന്നത് ബയോഫിസിക്സും അതേപോലെ ഇൻഫോർമാറ്റിക്സുമാണ്. സോ ബയോ ഇൻഫോർമാറ്റിക്സ് ആണ് കൂടുതലിവിടെ നടക്കുന്നത്. എഗെയിൻ നിങ്ങൾക്ക് കാണാം. സോ ഇതാണ് ലെക്ചറിങ് ക്ലാസ്സസ് ഇവിടെയാണ് ഹാപ്പൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത്രയും വലിയ ലെക്ചറിങ് ക്ലാസ്സസ് ആണ്.
സോ ഇവിടെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ലെക്ചറിങ് ക്ലാസ്സസിൽ ഒരുപാട് സ്റ്റുഡൻസ് വരുമ്പോൾ തന്നെ ഇവർക്ക് അത്യാവശ്യം ഈസി ആയിട്ട് പോർഷൻസൊക്കെ കവർ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ ടീച്ചർക്ക് ഒരു ആർട്ട് മോഡൽ ആയതുകൊണ്ട് ടീച്ചർക്ക് തന്നെ സെൻറ്ററിൽ നിന്നാൽ എല്ലാ സ്റ്റുഡൻസിനെയും ഒരുമിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി സ്റ്റുഡൻസിനാണെങ്കിലും 3 സ്ക്രീൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ 3 സ്ക്രീനിൽ നോക്കിയിട്ട് സ്റ്റുഡൻസിന് ഈസി ആയിട്ട് പഠിക്കാം. അഗെയിൻ ക്ലാസ് റൂംസും അതേപോലെ ലെക്ചറിങ് ഹാൾസും ഒക്കെയാണ് കാണാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് വലിയ ഒരു സംവിധാനം തന്നെ ഈ പറയുന്ന താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഈ പറയുന്ന താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിലോട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ലൈബ്രറിൻ്റെ മുമ്പിലാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇമ്മൻസീവ് ആയിട്ടുള്ള ബുക്സ് കളക്ഷൻ, എസ്പെഷ്യലി USMൽ ഈ പ്ലാബൊക്കെ ട്രൈ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ വലിയൊരു ബുക്കിൻ്റെ ശേഖരം തന്നെ TMAയിലുണ്ട്. വലിയ ഒരു ലൈബ്രറിയാണ്, ഡിജിറ്റൽ ലൈബ്രറി, ഈ ബുക്സും അടക്കമുണ്ട്. ഇനി മെഡിസിന് പുറമെ ഉള്ള വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് സംസാരിക്കണം, നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് അങ്ങനത്തെ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ആളുകളെല്ലാം ഈ ലൈബ്രറിയിലുണ്ട്. അതിന് പറ്റിയ ബുക്സും ഈ പറയുന്ന ലൈബ്രറിയിലുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഉസ്ബെക്ക് സ്റ്റുഡൻസിനും ഒരേപോലെ ആക്സസ് ഉള്ളതാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ലൈബ്രറി. നമുക്ക് അതൊന്ന് കാണാം. സോ ഇവിടെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി സെൽഫ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈബ്രറിയിലാണ്, നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് എന്നുള്ളത്.